എൻ്റെ പേര് ലീജ. ഞാൻ മലയാറ്റൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി 14 ഞാൻ പ്രധാനമായും ഈ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ OET പരീക്ഷയായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് വിഷയത്തിൽ കുറച്ച് താഴെയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ OET പരീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഞാൻ ഡേറ്റ് എടുത്ത് പരീക്ഷ എഴുതിയത്. പക്ഷേ അന്ന് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് പരീക്ഷ എഴുതാനായിട്ട് ഒരുങ്ങിയത്. മാതാവിനോട് പേരിനൊന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ ഞാൻ മാതാവിനോട് എനിക്കിത് ജയിപ്പിച്ച് തരണമെന്നൊന്നും ഞാൻ പറയാറില്ല. അങ്ങനെ സെപ്റ്റംബറിൽ ഞാൻ പരീക്ഷ എഴുതി. 3 വിഷയം എനിക്ക് കിട്ടി. പക്ഷേ ഒരെണ്ണം മാത്രം പോയി, ലിസണിങ്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് കിട്ടാറില്ലായിരുന്നു. വീണ്ടും ഞാൻ നവംബറിൽ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു. ഇത് തന്നെ സംഭവിച്ചു. ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വസിച്ചു. ഞാൻ ഡേറ്റ് എടുത്തു, പരീക്ഷ എഴുതി. 3 എണ്ണം കിട്ടി, ഒരെണ്ണം പോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇരുന്ന് കുറേ പഠിച്ചു. ഉറക്കം ഒഴിച്ചൊക്കെ ഇരുന്ന് പഠിച്ചു. അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഡേറ്റ് എടുത്തു. ഇത് തന്നെ സംഭവിച്ചു. 3 എണ്ണം കിട്ടി, ഒരെണ്ണം പോയി. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആകെ വിഷമായി. കയ്യിൽ നിന്ന് പൈസ പോകുന്നു, ഒന്നും കിട്ടുന്നുമില്ല. ആകെ സങ്കടം. കരയാൻ മാത്രമേ നേരം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും മനസ്സിൽ വരുന്നില്ല, സന്തോഷിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഞാനിനി ചെയ്യേണ്ടത്? ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മാതാവ് എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച പോലെ തോന്നി എനിക്ക്. അമ്മ എന്നെ കൃപാസനത്തിലേക്ക് വരുത്താനായിട്ടുള്ള ഇടവന്നു. അങ്ങനെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 14 ഞാൻ കൃപാസനത്തിൽ വന്നു. ഇവിടെ ആളുകളുടെ തിരക്ക് കാരണം ഞാൻ ഓർത്തു, മാതാവിനെ കാണാൻ ഇത്രയും ആൾക്കാർ വന്നിട്ടും എനിക്ക് ഒന്ന് വരാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു എനിക്ക്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ഒരു മുറി തന്നെ ഞാൻ എൻ്റെ മാതാവിന് കൊടുത്തു. അമ്മ ഇവിടെ കിടന്നോ, അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്തിനെ പോലെ ഞാൻ മാതാവിനെ കണ്ടു. അമ്മയ്ക്ക് വേണ്ടി ആ മുറി ഞാൻ ഒരുക്കി. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പറയും, ഈ മുറിയിലേക്ക് ആരും അനാവശ്യമായിട്ട് കയറണ്ട, മാതാവ് വിശ്രമിച്ചോട്ടെ എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ ഞാൻ മാതാവിന് എല്ലാ ദിവസവും രാവിലെ 5:30 ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ എന്നും 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സായാഹ്ന പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. കൂടാതെ കുർബാനയിൽ എനിക്ക് പോകാൻ വലിയ മടിയായിരുന്നു. ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു. പിന്നെ പോകണമല്ലോ എന്ന് ഓർത്ത് ഞാൻ പോകും. പക്ഷേ എല്ലാ ദിവസവും കുർബാന കാണാനുള്ളൊരു വലിയ അടയാളം എനിക്ക് മാതാവ് കാണിച്ചു തന്നു. ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ ഞാൻ പഠിത്തത്തിൽ കുറച്ച് താന്നു തുടങ്ങി. കാരണം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കുമായിരുന്നു ഞാൻ. പക്ഷേ മാതാവിന് കിട്ടിയ പിന്നെ പഠിത്തം കുറഞ്ഞു. മാതാവിന് കൂടുതൽ സമയം ഞാൻ കൊടുത്തു. എല്ലാ ദിവസവും രാത്രി ഒരു 10 മിനിറ്റ് ഞാൻ മാതാവിനോട് സംസാരിക്കും. അപ്പോൾ മാതാവും അമ്മയുടെ മുഖത്തെ ചില ചലനങ്ങൾ കൊണ്ട് എനിക്ക് ഉത്തരം തരുമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ച് ഒരു ഡേറ്റ് എടുത്തു. അതായിരുന്നു മാർച്ച് 8. മാർച്ച് 8 വരെ ഞാൻ നന്നായി പഠിച്ചു. ഒപ്പം മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു. അങ്ങനെ മാർച്ച് 8 ഞാൻ പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. കാശുരൂപം ഞാൻ ഇടത് കയ്യിൽ പിടിച്ച് ഞാൻ പരീക്ഷാ ഹാളിൽ കയറി. എനിക്ക് ഉറപ്പായിരുന്നു, എന്തോ ഒരു ധൈര്യം കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇതുവരെ എഴുതിയതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പരീക്ഷയായിരുന്നു അത്. കാരണം ഒരു 10 മാർക്ക് പോയാലേ നമുക്ക്, കുറഞ്ഞത് 10 മാർക്ക് പോയാലേ പരീക്ഷ വിജയിക്കുകയുള്ളൂ. എൻ്റെ അതിനകത്ത് ഓൾറെഡി 6 സ്പേസും ബ്ലാങ്ക് ആയിരുന്നു. പിന്നെ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. എനിക്ക് കരയണമെന്നായിപ്പോയി. ഇവിടെ OET എഴുതിയ എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. ഞാൻ എങ്ങനെയോ കഴിച്ചു തീർത്തു. പക്ഷേ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഇടത് കയ്യിൽ നിന്ന് വിട്ടില്ല. അമ്മ പോയി എന്ന് എനിക്കറിയാം. എന്തെങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. ഞാൻ മാതാവിനെ ഇടയ്ക്ക് ഒളിഞ്ഞ് താഴേക്ക് നോക്കും. അമ്മ എൻ്റെ ഇടത് കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. പക്ഷെ മാതാവ് എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ മാതാവ് ഒന്നും പറഞ്ഞില്ല. അവസാനം നിസ്സഹായതയോടെ ഞാൻ ആ പേപ്പർ കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. അപ്പൻ എന്നോട് ചോദിച്ചു പരീക്ഷ എങ്ങനെ ഉണ്ടായിന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. കരഞ്ഞ് നിലവിളിച്ച് ഞാൻ വീട്ടിലെത്തി. അപ്പനും അമ്മയ്ക്കും ഒന്നും പറയാൻ പറ്റാതായി. ഞാൻ അവിടെ ഇരുന്ന് 1 മണിക്കൂറോളം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ആരും വരാത്തതാണ്. പക്ഷേ ആ സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു.
ആ ആളുടെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു. സാധാരണ ആ ഒരു സമയത്ത് വീട്ടിൽ അങ്ങനെ പത്രമായിട്ട് വരാറില്ലായിരുന്നു. കൃത്യം ഞാൻ ഈ കരഞ്ഞ് എൻ്റെ കണ്ണീര് കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മാതാവ് എൻ്റെ വീട്ടിലേക്ക് വന്നു കൃപാസന പത്രത്തിൻ്റെ രൂപത്തിൽ. ആ പത്രം അമ്മ പോയി വാങ്ങിച്ച് അതെൻ്റെ കൈ കൊണ്ട് തന്നു. ശരിക്കും ഒരു അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊടുത്ത ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം കിട്ടി. ഞാൻ മാതാവിനോട് പറഞ്ഞു, പോട്ടെ, പരീക്ഷ പൊക്കോട്ടെ, അടുത്ത പ്രാവശ്യം എഴുതാനുള്ള ഒരു ആത്മവിശ്വാസം തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം പഠിക്കാൻ തുടങ്ങി. വീണ്ടും പഠിച്ചു. ഒപ്പം അടുത്ത ഡേറ്റ് കൊടുത്തു. ഡേറ്റ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാർച്ച് 14 തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, രാത്രി സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടാണ് എഴുന്നേറ്റത്. ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു. ഒരാകാശം, അവിടെ 3 ദുരന്തങ്ങളാണ്. തീജ്വാല, പാമ്പ്, അങ്ങനെ കുറേ ദുരന്തങ്ങൾ. നടുവിലായിട്ട് ഈ സിൽവർ വസ്ത്രം അണിഞ്ഞ മാതാവ് നിൽക്കുന്നു. അപ്പോൾ ഞാൻ കാണുമ്പോൾ എന്താണ്, ദുരന്തങ്ങളിലേക്കാണ് ഞാൻ നോക്കുന്നത്. ഇത്രയും വലിയ ദുരന്തങ്ങളുണ്ടെങ്കിൽ ഈ ഭൂമി ഇപ്പോൾ അവസാനിക്കും എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ദുരന്തങ്ങളെല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവിടെ മാതാവിൻ്റെ രൂപം മാത്രം ഉണ്ടായിരുന്നു. ഈ ഒരു സീൻ കണ്ടതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ കുർബാനയ്ക്ക് പോയി തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. സാധാരണ ആ സമയത്ത് വിളിക്കാത്തതാണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചു എന്നെ. അപ്പോൾ എന്താണെന്ന് ഓർക്ക് ഞാൻ ഫോൺ എടുത്തപ്പോൾ ആൾ പറയാണ്, എടി നിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, നീ പരീക്ഷ പാസ്സായിട്ടോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കാരണം ഒന്നും എഴുതാത്തൊരു പേപ്പറിൽ എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് ഞാൻ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. ഇത് മാതാവ് തന്ന മാർക്കാണ് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. കാരണം പാസ്സായെന്ന് ആൾ പറഞ്ഞിട്ട് പോലും ഞാനിത് വിശ്വസിച്ചില്ല. കാരണം എന്നെ പറ്റിക്കണേന്ന് വിചാരിച്ചു. ഇനിയും ഒരു റിസൾട്ട് തോൽവി കാണാതിരിക്കാൻ വേണ്ടി ആളെന്നെ പറ്റിക്കണേന്ന് ഞാൻ വിചാരിച്ചു. അവസാനം ആളെന്നെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സത്യമാണ്. അങ്ങനെ ഞാൻ 1 മണിക്കൂറോളം എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞു. അർഹതയില്ലാത്ത എനിക്ക് എന്തിനാണ് നീ മാർക്ക് തന്നതെന്ന് വരെ ഞാൻ ചോദിച്ചു. അമ്മ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ മാതാവിനെ ഞാൻ ശരിക്കും വിശ്വസിച്ചില്ല. ഇത്രയധികം അടയാളങ്ങൾ തന്നിട്ടും ഞാൻ വീണ്ടും അടുത്ത ഡേറ്റ് എടുക്കുക വരെയും ചെയ്തു. മാതാവിന് 1000 നന്ദി ഈ പരീക്ഷ എന്നെ വിജയിപ്പിച്ചതിന്. കൂടാതെ എൻ്റെ തലയോടിൽ നല്ല ചൊറിച്ചിലായിരുന്നു. കുറേ ദിവസങ്ങളായി അനുഭവപ്പെട്ടിരുന്നൊരു ചൊറിച്ചിലായിരുന്നു. പലതരം മരുന്നുകൾ, എണ്ണ ഒക്കെ ഉപയോഗിച്ച് നോക്കി, ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ തലയോടുമ പൂശും. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൂശാറ്. തലയോട് സംബന്ധമായ ബുദ്ധിമുട്ടുകളും മുടി കൊഴിച്ചിൽ ഇതൊക്കെ അനുഭവിക്കുന്ന എല്ലാവരെയും മാതാവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് അവർക്ക് സൗഖ്യം കൊടുത്തേക്കണേന്ന് പറഞ്ഞാൽ ഞാനത് തേക്കാറ്. പക്ഷേ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നിനക്കിപ്പോൾ തലയിൽ ചൊറിച്ചിലൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സത്യം പറഞ്ഞാൽ എൻ്റെ കൈ അങ്ങോട്ട് പോകുന്നേ ഇല്ല. കാരണം ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറി. ഇപ്പം ഈ നിമിഷം ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ കൈ അങ്ങോട്ട് പോകുന്നേ ഇല്ല. സാധാരണ ഇങ്ങനെയല്ലായിരുന്നു. പൊതുസ്ഥലത്ത് പോലും അറിയാതെ അവിടെ എനിക്ക് ചൊറിച്ചിൽ വരുമായിരുന്നു. മാതാവ് അത് പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ആ പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ എൻ്റെ ബ്രദർ UK-ലാണ്. ആളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് വളരെ സങ്കടമായിരുന്നു. അവിടെ ഒറ്റപ്പെട്ടതിൻ്റെ വിഷമവും അതിൻ്റെ ഒപ്പം ഈ ജോലി ഇല്ലാത്തതിൻ്റെ വിഷമമൊക്കെ അനുഭവിച്ചു. അവൻ എന്നോട് പറഞ്ഞു, എടി നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ളൊരു ജോലി കിട്ടി. പക്ഷേ അത് ടെമ്പററി ആയിട്ട് കിട്ടിയതെങ്കിലും അവന് ജോലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു, ഇതൊന്ന് പെർമനൻ്റ് ആയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പാണ് മാതാവ് അത് പെർമനൻ്റ് ആക്കി കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ വിസ, ഞാൻ പോകാൻ പോകുന്നത് ന്യൂസിലൻഡിലേക്കായിരുന്നു. അപ്പോൾ വിസ ഏകദേശം 6 മാസത്തോളം എടുക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഞാൻ മാതാവിനോട് അത്ര സീരിയസ് ആയിട്ടല്ലെങ്കിലും ഞാൻ തമാശയ്ക്കൊന്ന് പറഞ്ഞു, മാതാവേ 6 മാസമൊക്കെ എന്നെ ഇവിടെ നിർത്തല്ലേ, എനിക്കൊരു 3 മാസത്തിനുള്ളിൽ പോകാനുള്ള ഒരു അവസരം തന്നേക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു. മെയ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ വിസ വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച കൃപാസനത്തിൽ വന്നിരുന്നു. ആ വരുന്നതിന് തൊട്ട് മുൻപ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ നിമിഷം തന്നെ എനിക്ക് വിസ വന്നു എന്നുള്ളൊരു മെയിൽ വന്നു. അതിന് മാതാവിനോട് 1000 നന്ദിയുണ്ട്. അടുത്ത ആഴ്ച ഞാൻ ഇവിടുന്ന് പോവാണ്.
വ്യാഴാഴ്ചയാണ് പോകുന്നത്. 22-ാം തീയതി രാത്രി 10 മണിക്ക് ന്യൂസിലൻഡിന് പോവാണ്. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ സഞ്ചാരി മാതാവായി എൻ്റെ ജീവിതത്തിലേക്കും തുടർന്ന് ഇനിയുള്ള എല്ലാ അവസരങ്ങളിലും എന്നോടൊപ്പം മാതാവ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൃപാസന മാതാവിനും അമ്മയുടെ തിരുക്കുമാരനും ഒരായിരം നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഞാൻ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ ആര് വന്നാലും അവരെ വെറുകൈയോടെ വിടില്ല. അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണവും അവർക്ക് പൈസയൊക്കെ ഞാൻ കൊടുക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് കിട്ടി. ആദ്യം ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ അതിലൊന്നും ബോധേഡായിരുന്നില്ല. പക്ഷേ അതിനുള്ള അനുഗ്രഹവും മാതാവ് 1000 തന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ഥാനം മാതാവാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം അവസാനിപ്പിക്കുകയാണ്.